ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ PSCയുടെ ട്രെൻഡിങ് ടോപ്പിക്കാണിത്. ഈ കഴിഞ്ഞ ഒരു മെയിൻസ് എക്സാമിന് പോലും നമ്മളോട് മാച്ച് ദ ഫോളോയിങ് പോലെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ് മാത്രമല്ല, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കോഡ്സും കണക്ഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ച് പഠിക്കുന്നത്. കടക്കാം ക്ലാസ്സിലേക്ക്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ്? കേരളത്തിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയുള്ള കാലയളവിലാണ് കേരളത്തിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 114 114 മണ്ഡലങ്ങളിലായിട്ടാണ് ഒന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തന്നെ 102 എണ്ണം ഏകാംഗ മണ്ഡലങ്ങളും 12 എണ്ണം ദ്വയാംഗ മണ്ഡലങ്ങളും ആയിരുന്നു. ഓക്കെ, ആകെ സീറ്റുകളുടെ എണ്ണം 126 ആയിരുന്നു. അപ്പോൾ ഈ 126 എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കൂടെ ചേർന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉൾപ്പെടെ ആകെ 127 അംഗങ്ങളാണ് ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ആകെ സീറ്റുകളുടെ എണ്ണം 126 ആണ്. പിന്നെ അതിനോടൊപ്പം ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കൂടി ചേർന്നാണ് ആദ്യ നിയമസഭയിൽ 127 അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഈ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്ന പരിപാടി ഉണ്ടോ? ഇല്ല. 104ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് റദ്ദാക്കി. അപ്പോൾ നിയമനിർമ്മാണ സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് 104ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിർത്തലാക്കി നമുക്കറിയാം. ഇനി കേരളത്തിൽ ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 60 ആയിരുന്നു. 60 സീറ്റുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ജനാധിപത്യ രീതിയിൽ ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ, അതായത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വരുന്നത്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നത്. അപ്പോൾ എന്നാണ് കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത്? 1957 ഏപ്രിൽ 1 ഒന്നാം നിയമസഭ നിലവിൽ വരുന്നത്. നിയമസഭ നിലവിൽ വന്നത് കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. ഇനി കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 5 ഏപ്രിൽ 5 മന്ത്രിസഭ നിലവിൽ വരുന്നത്. അപ്പോൾ മൊത്തം 11 മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ 11 മന്ത്രിമാര്. അതിലൊരു വനിതാ മന്ത്രി ഉണ്ടായിരുന്നു. ആരാണ്? KR ഗൗരിയമ്മ. അപ്പോൾ ഒന്നാം കേരള നിയമസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 1 KR ഗൗരിയമ്മയായിരുന്നു. ഇനി ഒന്നാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങൾ എണ്ണം ചോദിച്ചാലോ? 6. നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 127 അംഗങ്ങളായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ 127 അംഗങ്ങളിൽ 6 പേര് വനിതാ അംഗങ്ങളായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒന്നാം മന്ത്രിസഭയുടെ, കേരളത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലാവധി ചോദിച്ചാൽ 1957 ഏപ്രിൽ 5 മുതൽ 1959 ജൂലൈ 31 വരെയാണ്. നമുക്കറിയാം, വിമോചന സമരത്തെ തുടർന്ന് കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ പിരിച്ചുവിട്ട ഡേറ്റ് ആണ് 1959 ജൂലൈ 31. 356 വകുപ്പ് പ്രകാരമായിരുന്നു ഒന്നാം മന്ത്രിസഭ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിരിച്ചുവിടുന്നത്. ക്ലിയർ ആയല്ലോ? വിമോചന സമരത്തെ തുടർന്നാണ് കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. 1959 ജൂലൈ 31 356 വകുപ്പ് പ്രകാരമാണ് ഒന്നാം മന്ത്രിസഭ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിരിച്ചുവിട്ടത്. ഈ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണെന്ന് നമുക്കറിയാം. ഈ ഭാഗത്ത് കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭയിലെ 11 മന്ത്രിമാരും കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നത് EMS നമ്പൂതിരിപ്പാടാണെന്ന് നമുക്ക് അറിയാം. മറ്റുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് C അച്യുതമേനോനാണ്. C അച്യുതമേനോൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് ധനകാര്യം. എങ്ങനെ ആലോചിക്കാം? ധനകാര്യം, ധനം എന്ന് പറയുമ്പോൾ കറൻസി എന്ന് ആലോചിക്കാം. കറൻസി നമുക്ക് എപ്പോഴും അച്ചടിച്ചിട്ടാണ് കിട്ടുക അല്ലേ? കറൻസി അച്ചടിക്കുക എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ അച്യുതമേനോൻ ധനകാര്യം കറൻസി അച്ചടിക്കുന്നതുമായി കണക്ട് ചെയ്യുക. C അച്യുതമേനോനാണ് ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത്. ഇനി തൊഴില് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഈ തൊഴിലും ട്രാൻസ്പോർട്ടും കൈകാര്യം ചെയ്തിരുന്നത് TV തോമസ് ആണ്. TV തോമസ്.
ഈ മക്കളൊക്കെ എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, നിനക്ക് വേറെ ഒരു തൊഴിലും ഇല്ലേ, എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന്, അല്ലേ? ഒരു തൊഴിലുമില്ലേ, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ടി വി തോമസ് ആണ് തൊഴിൽ കൈകാര്യം ചെയ്യുന്നത്. ഇനി ട്രാൻസ്പോർട്ട് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇപ്പം മിക്കവാറും ബസ്സുകളിലൊക്കെ എന്തുണ്ട്, ടി വി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് തൊഴിലും ട്രാൻസ്പോർട്ടും ടി വി തോമസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അടുത്തൊരെണ്ണം വനം ഭക്ഷ്യം. വനം ഭക്ഷ്യം KC ജോർജ് ആണ്. ജോർജ് ഓഫ് ദ ജംഗിൾ എന്ന കാർട്ടൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ജോർജ് ഓഫ് ദ ജംഗിൾ. അപ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്യാം ജോർജ് ജംഗിൾ ഭക്ഷ്യം. അപ്പോൾ ജോർജ് ജംഗിൾ എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ജോർജ് ആ ഒരു കാർട്ടൂണിൽ ഈ ഒരു വനപ്രദേശത്ത് നിന്നാണ് അവൻ ജീവിക്കുന്നതും അവിടെ നിന്നാണ് അവൻ ഭക്ഷണം കഴിച്ച് അവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ജോർജ് ഓഫ് ദ ജംഗിൾ എന്ന കാർട്ടൂണുമായി ബന്ധപ്പെട്ട് വനം ഭക്ഷ്യം KC ജോർജ് ആണെന്നുള്ളത് കണക്ട് ചെയ്യുക. ഇനി പൊതുമരാമത്ത് TA മജീദ്. മരാമത്ത് മജീദ് എന്ന് ഓർക്കാം. മരാമത്ത് മജീദ് പൊതുമരാമത്ത് TA മജീദ് ആണ്. നെക്സ്റ്റ് KR ഗൗരി അമ്മയാണ്. ഒന്നാം കേരള നിയമസഭയിലെ ഒരേ ഒരു വനിതാ മന്ത്രിയാണ് KR ഗൗരി അമ്മ. ഓക്കെ, ഗൗരി അമ്മ കുറച്ച് ഗൗരവമുള്ള ഒരാളാണെന്ന് ആലോചിക്കുക. റവന്യൂ വകുപ്പ്, എക്സൈസ് വകുപ്പ്. എക്സസൈസ് ഒക്കെ കുറച്ച് ഗൗരവമായിട്ട് നമ്മൾ കാണണം അല്ലേ? എക്സസൈസ് ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകണമെങ്കിൽ എക്സസൈസിനൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ എക്സൈസ് ആണ് ഇത്. എക്സൈസ് ആണ് നമ്മൾ കണക്ട് ചെയ്തത്, എക്സസൈസിന്റെ കാര്യമാണ്. അപ്പോൾ ആലോചിച്ച് വെക്കുക, എക്സൈസ് KR ഗൗരി അമ്മ. അതുപോലെ KR ഗൗരി അമ്മയിലെ 6 ഇങ്ങ് എടുക്കുക. 6 റവന്യൂ ആണ്. റവന്യൂ. ഓക്കെ, അപ്പോൾ KR ഗൗരി അമ്മ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ റവന്യൂവും എക്സൈസും ആണ്. ഓക്കെ, നെക്സ്റ്റ് വിദ്യാഭ്യാസം, സഹകരണം. ഈ 2 കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. നമുക്കറിയുന്ന കാര്യമാണ്. PSC ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പോൾ നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നല്ല സഹകരിച്ച് പോകണം അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസം, സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. അടുത്തത് ആരോഗ്യം ഡോക്ടർ AR മേനോൻ. ഡോക്ടർ AR മേനോനാണ് ആരോഗ്യ വിഭാഗം അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രിയായിരുന്നത്. ഡോക്ടർ AR മേനോനാണ്. അപ്പോൾ ഡോക്ടർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആരോഗ്യവുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഡോക്ടർ ഇല്ല, AR മേനോൻ എന്നേ ഉള്ളെങ്കിലോ ആരോഗ്യം എന്ന് നമുക്ക് ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കിയാലോ? ആരോഗ്യം എങ്ങനെ വരും? ആദ്യത്തെ 2 അക്ഷരം AR ആണല്ലേ? അപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്നത് കേരളത്തിലെ 1ാം മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്നത് ഡോക്ടർ AR മേനോൻ. നെക്സ്റ്റ് തദ്ദേശ സ്വയംഭരണം. PK ചാത്തൻ മാസ്റ്റർ ആണ്. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. നോക്കിയേ, തദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് ഒരു ഗ്രാമപ്രദേശമാണെന്ന് ആലോചിക്കുക. അവിടെ എന്തുണ്ട്? കുറേ ചാത്തൻ സേവകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണം, നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? ചാത്തൻ സേവയുണ്ട്. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ മാസ്റ്റർ. അടുത്തത് വ്യവസായം KP ഗോപാലനായിരുന്നേ. അപ്പോൾ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും? നമുക്കറിയാം ഗോകുലം ഗോപാലനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വ്യവസായി ആയിട്ടുള്ള ഗോകുലം ഗോപാലൻ. അപ്പോൾ വ്യവസായം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ ഗോപാലൻ എന്ന ടേമുമായിട്ടും കണക്ട് ചെയ്യാം. KP ഗോപാലൻ, വ്യവസായം. നെക്സ്റ്റ് നിയമം, ഇലക്ട്രിസിറ്റി. ഈ 2 വിഭാഗങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് VR കൃഷ്ണയ്യരായിരുന്നു. VR കൃഷ്ണയ്യർ. അപ്പോൾ ഈ നിയമവും ഇലക്ട്രിസിറ്റിയും നോക്കിയേ, ഇലക്ട്രിസിറ്റി നമ്മൾ അതിക്രമിച്ചെടുക്കുകയാണെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിയമവും ഇലക്ട്രിസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യാം. ഇനി ഇലക്ട്രിസിറ്റി അടിച്ചാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കറണ്ട് അടിച്ചാൽ, ഷോക്ക് അടിച്ചാൽ നമ്മളൊക്കെ നീല കളറായി പോകും അല്ലേ? അപ്പോൾ VR കൃഷ്ണയ്യർ, കൃഷ്ണന് എന്ത് കളറാണ്? നീല കളറാണ്. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഇലക്ട്രിസിറ്റി മോഷ്ടിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയും നിയമവും തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി അല്ലെങ്കിൽ ഷോക്ക് അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നീല കളറായി പോകും. നീല കളറിലിരിക്കുന്നത് ആരാണ്? കൃഷ്ണനാണല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ. അപ്പോൾ VR കൃഷ്ണയ്യരെ കണക്ട് ചെയ്യുക. നിയമം, ഇലക്ട്രിസിറ്റി, VR കൃഷ്ണയ്യർ. അല്ലെങ്കിൽ മറ്റേ രീതിയിലും കണക്ട് ചെയ്യാം. VR ഈക്വൽ ബിഫോർ ലോ എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ VR എന്താണ്? നിയമവുമായിട്ട് കണക്ട് ചെയ്യാം. VR ഈക്വൽ ബിഫോർ ലോ. അതിലെ VU R ഇങ്ങെടുത്തോ. അപ്പോൾ VU R നിയമവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ലോ അല്ലേ? VR ഈക്വൽ ബിഫോർ ലോ. അപ്പോൾ VR നിയമവുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം.
കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയായിരുന്നത് EMS നമ്പൂതിരിപ്പാട്. അതുപോലെ ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് C അച്യുതമേനോനാണ്. തൊഴിൽ ട്രാൻസ്പോർട്ട് TV തോമസ് ആണ്. വനം ഭക്ഷ്യം KC ജോർജ്. പൊതുമരാമത്ത് TA മജീദ്. റവന്യൂവും എക്സൈസും KR ഗൗരി അമ്മ. ഓരോ കാര്യങ്ങളും പറയുമ്പോഴേ നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം കേട്ടോ. ഇനി അടുത്തത് വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. ആരോഗ്യം ഡോക്ടർ AR മേനോൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് PK ചാത്തൻ മാസ്റ്റർ. വ്യവസായം KP ഗോപാലൻ. നിയമം ഇലക്ട്രിസിറ്റി VR കൃഷ്ണയ്യർ. ക്ലിയർ ആയല്ലോ? 11 മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു അല്ലേ? ഇനി കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ പിരിച്ചുവിട്ട ഡേറ്റ് ഒന്നുകൂടി ഓർക്കാം. 1959 ജൂലൈ 31 വിമോചന സമരത്തെ തുടർന്നായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നല്ല രീതിയിൽ കോഡ്സും കണക്ഷൻസും ഉപയോഗിച്ച് ഓർത്ത് വെച്ചാൽ നമുക്കത് ഒരിക്കലും മറന്നു പോകില്ല കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.